മുഖ്യമന്ത്രിയുടെ കറുത്ത കാറും മാറുന്നു. പിണറായി വിജയനെ യാത്ര ചെയ്യാൻ പോലീസ് ഫണ്ടിൽ നിന്നും വാങ്ങി നൽകിയ 2 കറുത്ത ഇന്നോവ കാറുകളും തിരികെ പോലീസ് ഏറ്റെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്ക് വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് പൊതുഭരണ വകുപ്പ് ടൂറിസത്തിനോട് ആവശ്യപ്പെട്ടത്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആവശ്യപ്പെട്ടാൽ കറുത്ത കാർ വീണ്ടും വിട്ടു നൽകും. അതിനിടെ യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ടെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോലീസിന് നിർദ്ദേശം നൽകി. പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നുമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എസ്കോർട്ട് വേണ്ടെന്നായിരുന്നു സതീശന്റെ നിലപാട്. എന്നാൽ അത് നിർബന്ധമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. കറുത്ത മാസ്കിനെയും കറുത്ത വസ്ത്രങ്ങളെയും പേടിച്ച് നാട്ടുകാർ മുൾമുനയിൽ നിന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങളെ ജനാധിപത്യപരമായി നേരിടുമെന്നും സുരക്ഷയുടെ പേരിൽ ആരെയും തടയാൻ പാടില്ലെന്നും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ അമിത ഉത്സാഹം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന അമർഷം ഭരണത്തിന്റെ നിറം കെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞാണ് സതീശന്റെ നീക്കം. ഹെലികോപ്റ്റർ യാത്രകളും വൻതോതിലുള്ള സുരക്ഷാ വിന്യാസവും വഴി ഖജനാവിനുണ്ടാകുന്ന വൻ ബാധ്യത കുറയ്ക്കുക എന്നതും സതീശന്റെ ലക്ഷ്യമാണ്. മുഖ്യമന്ത്രിയുടെ വീടിനും ഓഫീസിനും ചുറ്റുമുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കാനും പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ പരാതികൾ അറിയിക്കാനുള്ള സാഹചര്യമൊരുക്കാനും ശ്രമമുണ്ടായേക്കും. സാധാരണക്കാരിൽ ഒരാളായി അവരോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനാണ് തുടക്കത്തിലെ സതീശൻ ശ്രമിക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് സാധാരണയായി Z+ വിഭാഗത്തിലുള്ള സുരക്ഷയാണ് നൽകുന്നത്. ഭീഷണി നിലവാരം കണക്കിലെടുത്ത് കൃത്യമായ ഇടവേളകളിൽ ആഭ്യന്തര മന്ത്രാലയം ഇത് വിലയിരുത്താറുണ്ട്. ഏകദേശം 25 മുതൽ 30 വരെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വലയത്തിലുണ്ടാകും. കേരള പോലീസിന്റെ പ്രത്യേക വിഭാഗമായ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ കമാൻഡോകൾ സുരക്ഷാ സംഘത്തിലുണ്ടാകും. യാത്ര സുഗമമാക്കുന്നതിനും വഴിയൊരുക്കുന്നതിനുമായി പൈലറ്റ് വാഹനം മുന്നോട്ട് പോകും. സാധാരണയായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നിലായി 2-3 എസ്കോർട്ട് വാഹനങ്ങൾ ഉണ്ടാകും. ഇതിൽ സായുധരായ പോലീസുകാരാണ് ഉണ്ടാവുക. മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കിടയിൽ സുരക്ഷാ കാരണങ്ങളാൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. പരിപാടികളിൽ എത്തുന്നവരെ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് പരിശോധിക്കുകയോ കറുത്ത വസ്ത്രങ്ങളോ കൊടികളോ ഉള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഇതിനെല്ലാം ഇനി മാറ്റം വന്നേക്കാം. എന്തുതന്നെയായാലും പുതിയ മുഖ്യമന്ത്രിയുടെ മാറ്റങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.